വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് നൽകുവാനുണ്ടെങ്കിൽ അത്തരം സജഷൻസ് ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് PDF രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചാപ്റ്റർ ഹെഡിങ് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഡിസ്പ്ലേ ആവും. അത് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഡൗൺലോഡ് ചെയ്യാനായി അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടുഡേ ഇൻ ദിസ് ക്ലാസ് യു ആർ ഗോയിങ് ടു ലേൺ ദി കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്നും എത്ര പൈസയാണോ എടുത്തുകൊണ്ടുപോകുന്നത് ആ എടുത്തുകൊണ്ടുപോകുന്ന എമൗണ്ടിനാണ് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്നും പൈസ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ ആ എടുത്തുകൊണ്ടുപോകുന്ന പൈസക്ക് ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സിൻ്റെ എടുക്കുന്ന ബിസിനസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ്സിന് കൊടുക്കേണ്ട എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. നമുക്ക് നോക്കാം. ഇഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻറ്റ് അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി ചാർജ്ഡ് ഫ്രം പാർട്ട്നേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിലോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിലോ പാർട്ട്നേഴ്സിൻ്റെ എടുക്കുന്ന യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ചാർജ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദി കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഈസ് ഡിസ്കസ്ഡ് ബിലോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ പല സമയങ്ങളിൽ എങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. A and B are partners sharing profits in 3:2. Partner A withdrew rupees 10,000 on 1st April 2019. Partner B withdrew rupees 20,000 during the year 2019. Calculate interest on drawings at the rate of 10% per annum if accounting year ends on 31st December every year. നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്ണർ എ. പാർട്ട്ണർ എയെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർ എ വിഡ്രൂ rupees 10,000 ഓൺ 1st April 2019 ആണ്. 1st April 2019 ആണ് 10,000 rupees പാർട്ട്ണർ എ വിഡ്രോ ചെയ്യുന്നത്. ഇയർ എൻഡ് എന്ന് പറയുന്നത് 31st December ആണ്. അപ്പോൾ 1st April to 31st December എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 months ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട്ണർ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 10/100 ഇൻറ്റു 9/12, ദാറ്റ് ഈസ് 750 rupee. അടുത്തത് പാർട്ട്ണർ ബി. പാർട്ട്ണർ ബി വിഡ്രൂ rupees 20,000 ഡ്യൂറിങ് ദി ഇയർ 2019. പാർട്ട്ണർ ബി 20,000 rupees ആണ് വിഡ്രോ ചെയ്യുന്നത്. പക്ഷേ ഏത് ഡേറ്റിലാണ് വിഡ്രോ ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. 1st January ആണെങ്കിൽ 12 months ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 31st December ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് തരാത്തത് കൊണ്ട് തന്നെ സാധാരണയായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 monthsലേക്കായിരിക്കും. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് തരാത്ത കേസസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ 6 months. സോ interest on drawings of B will be 20,000 into 10/100 into 6/12, that is 1,000 rupee. The date of drawings of partner B is not given, hence it is calculated for 6 months. അതിനാണ് ഫസ്റ്റ് കേസായിട്ട് വരുന്നത്. When date of withdrawal are not specified. When date of drawings is not given, interest on drawings is calculated for 6 months. Drawings into rate divided by 100 into 6/12. അടുത്തത് രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ. സെക്കൻഡ് ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 1:1. Partner A withdraws rupees 2,000 on 1st January 2019.
and rupees 3,000 on 1st July 2019. Partner B withdraws the following amounts during the year: 31st January 2019 1,000, 1st February 2019 2,000, 1st June 2019 3,000, 1st September 2019 2,500. Calculate the interest on drawings of partners A and B at the rate of 10% per annum, assuming that accounting year ends on 31st December every year. Calculation of interest on drawings. Partner A. Partner A withdraws rupees 2,000 on 1st January 2019 and 3,000 on 1st July 2019. പാർട്ട്ണർ എയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡ്രോയിങ്സ് ആണുള്ളത്. ഫസ്റ്റ് ജനുവരി 2019 2,000ഉം ഫസ്റ്റ് ജൂലൈ 2019 3,000. അപ്പോൾ ഫസ്റ്റ് ജനുവരി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12 മന്ത്സ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ജൂലൈ എന്ന് പറയുന്നത് 6 മന്ത്സ് ആണ്, ജൂലൈ ടു ഡിസംബർ. നമുക്ക് രണ്ട് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 2,000 ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 200 rupees. സെക്കൻഡ് 3,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 6 മന്ത്സ് ആണുള്ളത്. ഇപ്പോൾ 150. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് പാർട്ട്ണർ എ എന്ന് പറയുന്നത് 350 rupees. അതുപോലെ നമുക്ക് പാർട്ട്ണർ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാർട്ട്ണർ ബിയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 31st January 2019 1,000. അപ്പോൾ 31st January മുതൽ 31st December വരെ 11 മന്ത്സ് ആണുള്ളത്. ജനുവരി മാസം കൂട്ടണ്ട, കാരണം 31st January ആണ്. അപ്പോൾ ഫെബ്രുവരി മുതൽ ഡിസംബർ 31st വരെ 11 മന്ത്സ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരിക. 31st January 2019 1,000 ഇൻറ്റു 10/100 ഇൻറ്റു 11/12 91.67 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഫസ്റ്റ് ഫെബ്രുവരി 2019. ഫസ്റ്റ് ഫെബ്രുവരി 2019 ടു 31st December വരെ 2,000 rupees ആണുള്ളത്. ഇപ്പോൾ 2,000 rupees 11 മന്ത്സ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 2,000 ഇൻറ്റു 10/100 ഇൻറ്റു 11/12 183.33. അടുത്തത് പറയുന്നത് ഫസ്റ്റ് ജൂൺ 2019 ആണ്, 3,000 rupees. ഇപ്പോൾ ഫസ്റ്റ് ജൂൺ ടു 31st December വരെ 7 മന്ത്സ് ആണുള്ളത്. ഇപ്പോൾ 7 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് കാണുമ്പോൾ വരുന്നത് 3,000 ഇൻറ്റു 10/100 ഇൻറ്റു 7/12. അടുത്തത് വരുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ 2019 2,500. അപ്പോൾ ഫസ്റ്റ് സെപ്റ്റംബർ ടു 31st December വരെ 4 മന്ത്സ് ആണുള്ളത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2,500 ഇൻറ്റു 10/100 ഇൻറ്റു 4/12 83.33. ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് ബി എന്ന് പറയുന്നത് 4 ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്യുക 533.33 വരും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 533.33 ആണ്. പക്ഷെ ഇവിടെ 4 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണം. അത് 4ഉം കൂടി ഇൻട്രസ്റ്റ് കണ്ട് 4ഉം ആഡ് ചെയ്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ചില സമയത്ത് 5, 10, 15 ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേയേറെ ഡ്രോയിങ്സ് ഒരു പാർട്ണറുടെ തന്നെ തരികയാണെങ്കിൽ നമുക്ക് ഓരോ ഡ്രോയിങ്സിൻ്റെ മുകളിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്, ടൈം ചിലവാകും, ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ മെത്തേഡായ പ്രൊഡക്റ്റ് മെത്തേഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എമൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി എളുപ്പം എന്നുള്ള രീതിയിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം 4 കോളം പ്രൊവൈഡ് ചെയ്തു. ഡേറ്റ് കോളം, ഡ്രോയിങ്സ് കോളം, പീരീഡ്, പ്രൊഡക്റ്റ്. അതിൽ ഡേറ്റിൽ ആദ്യത്തെ ഡ്രോയിങ്സ് ഡേറ്റായ 31st January 2019 അതിൻ്റെ ഡ്രോയിങ്സ് എമൗണ്ട് എന്ന് പറയുന്നത് 1,000 ആണ്. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് എത്ര മാസമാണ് ബാക്കിയുള്ളത്. 31st January മുതൽ 31st December വരെ 11 മന്ത്സ് ആണുള്ളത്. അതുകൊണ്ട് പീരീഡ് കോളത്തിൽ 11 എന്ന് എഴുതി. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ഇൻറ്റു പീരീഡ്. ഡ്രോയിങ്സ് 1,000 ഇൻറ്റു പീരീഡ് 11 ദാറ്റ് ഈസ് 11,000. അതുപോലെ രണ്ടാമത്തെ ഡ്രോയിങ്സ് ഫസ്റ്റ് ഫെബ്രുവരി 2019 2,000 rupees. ബാലൻസ് പീരീഡ് ആയിട്ടുള്ളത് 11 മന്ത്സ് ആണ്. അപ്പോൾ 11 ഇൻറ്റു 2,000 22,000. നെക്സ്റ്റ് ഫസ്റ്റ് ജൂൺ 2019 3,000. 7 മന്ത്സ് ആണ് ബാക്കിയുള്ളത്, ഫസ്റ്റ് ജൂൺ ടു 31st December വരെ. അപ്പോൾ 7 ഇൻറ്റു 3,000 21,000. ഫസ്റ്റ് സെപ്റ്റംബർ 2019 2,500 4 മന്ത്സ് ആണ്. 2,500 ഇൻറ്റു 4 10,000. ഇനി പ്രൊഡക്റ്റ് കോളം മാത്രം ടോട്ടൽ ചെയ്യാം. പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 64,000 ആണ്.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/12. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്, പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കിട്ടിയത് 64,000 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 64,000 ഇൻറ്റു 10/100 ഇൻറ്റു 1/12, ദാറ്റ് ഈസ് 533.33. നേരത്തെ കിട്ടിയ അതേ എമൗണ്ട് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പാർട്ട്ണറുടെ തന്നെ ഒരുപാട് ഡ്രോയിങ്സ് തരികയാണെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ വേരിയിങ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവെൽസ്, പല എമൗണ്ടുകൾ പല ടൈമുകളിൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡാണ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/12. അടുത്ത് തേർഡ് ഇല്ലുസ്ട്രേഷൻ. Partner A withdraws the following amounts for the year ended 31st December 2019. Calculate his interest on drawings at the rate of 12% per annum. Date 1st January 2019 2000, 31st January 2019 3000, 1st February 2019 1000, 30 April 2019 4000, 1st August 2019 5000, 1st December 2019 2000, 31st December 2019 4000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കേസിൽ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് മെത്തേഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1st January 2019 2000. അപ്പോൾ 1st January മുതൽ 31st December വരെ 12 months ആണുള്ളത്. ഇപ്പോൾ 2000 12 monthsലേക്കുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് January 2019 ഡേറ്റ് കോളത്തിൽ എഴുതുക. ഡ്രോയിങ്സ് 2000, പീരീഡ് ബാലൻസ് പീരീഡ് എന്ന് പറയുന്നത് 12 months ആണ്, 1st January to 31st December. ഇപ്പോൾ 2000 ഇൻറ്റു 12 24,000 പ്രൊഡക്റ്റ് കോളത്തിൽ എഴുതി. രണ്ടാമത് 31st January 2019 3000. 31st January ആണ്, അതുകൊണ്ട് തന്നെ ജനുവരി കണക്കാക്കണ്ട. ഫെബ്രുവരി മുതൽ 31st January വരെ 11 months ആണുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഡ്രോയിങ്സ് കോളത്തിൽ 3000, പീരീഡ് കോളത്തിൽ 11, പ്രൊഡക്റ്റ് കോളത്തിൽ 33,000. നെക്സ്റ്റ് 1st February 2019 ആണ്. 1st February 2019 എന്ന് പറയുന്നതും 11 months ആണുള്ളത്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. 1st February 2019, ഡ്രോയിങ്സ് കോളത്തിൽ 1000, പീരീഡ് കോളത്തിൽ 11, ഇപ്പോൾ പ്രൊഡക്റ്റ് കോളത്തിൽ 11,000, 1000 ഇൻറ്റു 11. നെക്സ്റ്റ് 30 April 2019. 30 April 2019 എന്ന് പറയുന്നത് 4,000 rupees ആണ്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ 30 April 2019, ഡ്രോയിങ്സ് കോളത്തിൽ 4,000, പീരീഡ് കോളത്തിൽ 8. ഇപ്പോൾ 4,000 ഇൻറ്റു 8 32,000. നെക്സ്റ്റ് 1st August 2019 5,000. 1st August ആണ്. ഇപ്പോൾ ഓഗസ്റ്റ് മുതൽ 31st December വരെ ബാക്കി വരുന്ന പീരീഡ് 5 months ആണ്. ഇപ്പോൾ 5,000 ഇൻറ്റു 5 25,000 പ്രൊഡക്റ്റ് കോളത്തിൽ കാണിക്കുക. പിന്നെ 1st December 2019 2000. ഡിസംബർ 1st ആണ്. ഇപ്പോൾ 1st December മുതൽ 31st December വരെ 1 month ആണുള്ളത്. ഇപ്പോൾ 2000 ഇൻറ്റു 1 2000. നെക്സ്റ്റ് 31st December 2019 4000. 31st December to 31st December എന്ന് പറയുന്നത് 0 months ആണ്, ഡേയ്സ് ഒന്നും വരുന്നില്ല കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ 4,000 ഇൻറ്റു 0 0. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുക. പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്തപ്പോൾ 1,27,000 ടോട്ടൽ കിട്ടി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/12. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1,27,000 ഇൻറ്റു 12/100 ഇൻറ്റു 1/12 1,270 വരും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ണർ എ വിഡ്രോസ് ₹1,000 അറ്റ് ദി ബിഗിനിങ് ഓഫ് എവറി മന്ത് ഡ്യൂറിങ് 2019. കാൽക്കുലേറ്റ് ഹിസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% per annum. പാർട്ണർ എ എന്ന് പറയുന്നത് 1,000 rupees എല്ലാ മാസത്തെയും 1-ാം തീയതി വിഡ്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ണർ എ 1,000 rupee എല്ലാ മാസത്തെയും ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ January 1, February 1, March 1, April, May, June, July, August, September, October, November, December എല്ലാ മാസത്തെയും 1-ാം തീയതി 1,000 rupee വീതം വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അതിന് മുന്നേ പഠിച്ചിരിക്കുന്ന ഓരോ ഡ്രോയിങ്സിനും പ്രത്യേകം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുകയാണെങ്കിൽ എങ്ങനെ വരും? അതുപോലെ നമുക്ക് പുതിയ മറ്റു വല്ല രീതിയും ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പരിശോധിക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച മെത്തേഡ് പ്രകാരം ഓരോ ഡ്രോയിങ്സിൻ്റെ മുകളിലും ഇൻട്രസ്റ്റ് പ്രത്യേകം കണ്ട് അത് ടോട്ടൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം 1 ജാനുവരി 2019 മുതൽ 31 ഡിസംബർ വരെ 12 മന്ത്സ് ഉണ്ട്. ഇപ്പോൾ 1000 ഇൻറ്റു 10/100 ഇൻറ്റു 12/12 100 റുപ്പി ആയിരിക്കും ആദ്യത്തെ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ്. ഇനി 1 ഫെബ്രുവരിയിൽ നടത്തിയിരിക്കുന്ന ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് 1000 ഇൻറ്റു 10/100 ഇൻറ്റു 11/12 91.67. മാർച്ച് 1ൻ്റെ ഇൻട്രസ്റ്റ് 1000 ഇൻറ്റു 10/100 ഇൻറ്റു 10/12 83.33. ഏപ്രിൽ 1ൻ്റെ ഇൻട്രസ്റ്റ് 1000 ഇൻറ്റു 10/100 ഇൻറ്റു 9/12 ദാറ്റ് ഈസ് 75. മെയ് മാസത്തെ 1-ാം തീയതി വിഡ്രോ ചെയ്ത ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് 1000 ഇൻറ്റു 10/100 ഇൻറ്റു 8/12 66.67. അങ്ങനെ ഡിസംബർ 1-ാം തീയതി വരെയുള്ള ഇൻട്രസ്റ്റ് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 650 റുപ്പി. ഇപ്പോൾ ഇവിടെ 12 മാസത്തെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് അത് ടോട്ടൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് കൃത്യമായിട്ടല്ല എഴുതുക. എമൗണ്ട് കോളത്തിൽ എല്ലാം 1000 ആണ്. പീരീഡ് കോളത്തിൽ ആദ്യം 1 ജനുവരി ടു 31 ഡിസംബർ 12 മന്ത്സ്, 1 ഫെബ്രുവരി ടു 31 ഡിസംബർ 11 മന്ത്സ്, 1 മാർച്ച് ടു 31 ഡിസംബർ 10 മന്ത്സ്, പിന്നെ 9, 8, 7 അതുപോലെ എത്ര പീരീഡാണുള്ളത് അത് ലാസ്റ്റ് വരെ എഴുതും. പിന്നെ പ്രൊഡക്റ്റ് കോളത്തിൽ എമൗണ്ട് ഇൻറ്റു പീരീഡ് 1000 ഇൻറ്റു 12 12,000, 1000 ഇൻറ്റു 11 11,000, 1000 ഇൻറ്റു 10 10,000, 1000 ഇൻറ്റു 9 9,000 അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കോളത്തിൽ എഴുതും. പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 78,000. ഇനി പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 78,000 ഇൻറ്റു 10/100 ഇൻറ്റു 1/12 ദാറ്റ് ഈസ് 650. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ചെയ്തപ്പോഴും രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 650 പക്ഷേ കാൽക്കുലേഷനിൽ എടുക്കുന്ന ടൈമും അതിൻ്റെ പ്രയത്നവും വളരെയേറെ ചുരുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഒരു ഫിക്സഡ് എമൗണ്ട് ഏതെങ്കിലും ഒരു പാർട്ണർ എല്ലാ മാസത്തെയും 1-ാം തീയതി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ 2 മെത്തേഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം എല്ലാ മാസത്തെയും 1-ാം തീയതി ഒരു ഫിക്സഡ് എമൗണ്ട് ഏതെങ്കിലും ഒരു പാർട്ണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 എന്നാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ചെയ്താൽ ടോട്ടൽ ഡ്രോയിങ്സ് 1000 രൂപയാണ് ഒരു മാസത്തെ ഡ്രോയിങ്സ്. ഇപ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 12,000 റുപ്പി. റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്, ദാറ്റ് ഈസ് 10/100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 650 തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസത്തെയും 1-ാം തീയതി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. നേരത്തെ കണ്ട പ്രൊഡക്റ്റ് മെത്തേഡോ അല്ലാതെ മുന്നേത്തെ രീതിയോ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ഈ 3 മെത്തേഡിലും സോൾവ് ചെയ്ത് കാണിക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡ് വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവരി മന്ത്. എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വെൻ ദി എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തെയും ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. ഇനി വെൻ ദി എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തെയും എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 31 ജനുവരി, 28 ഫെബ്രുവരി, 31 മാർച്ച് അങ്ങനെ എല്ലാ മാസത്തെയും എൻഡിലാണ് ഒരു ഫിക്സഡ് എമൗണ്ട് നിശ്ചിത തുക വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. വെൻ മണി ഈസ് വിഡ്രോൺ ഇൻ ദി മിഡിൽ ഓഫ് ദി മന്ത് 15th ജാനുവരി, 15th ഫെബ്രുവരി, 15th മാർച്ച് അങ്ങനെ എല്ലാ മാസത്തെയും മിഡിലാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12. ഇനി നമുക്ക് 5ാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A, B and C are partners in a firm. Partner A withdraws 2,000 at the beginning of every month. Partner B withdraws 3,000 at the end of every month and partner C withdraws rupees 1,000 at the middle of every month.
കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ annum ഫോർ ഓൾ ദി പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസത്തെയും ബിഗിനിങ്ങിലും എൻഡിലും മിഡിലുമായിട്ടാണ് പാർട്ട്നേഴ്സ് 3 പേരും വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മെത്തേഡോ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്ണർ എ. പാർട്ട്ണർ എ വിഡ്രോസ് 2000 അറ്റ് ദി ബിഗിനിങ് ഓഫ് എവറി മന്ത് ആണ്. 2000 രൂപ എല്ലാ മാസത്തെയും ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2000 രൂപ ഒരു മാസം വിഡ്രോ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2000 ഇൻറ്റു 12 24,000. 24,000 ഇൻറ്റു റേറ്റ് 6%, 6/100 ഇൻറ്റു 6.5 divided by 12, that is 780 rupee. Partner B. Partner B withdraws 3,000 at the end of every month. എല്ലാ മാസത്തെയും അവസാനമാണ് 3,000 റുപ്പീ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5.5 divided by 12. ദാറ്റ് ഈസ് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 3,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് 36,000 ഇൻറ്റു 6/100 6% ആണ് ഇൻറ്റു 5.5 divided by 12, ദാറ്റ് ഈസ് 990 റുപ്പിയാണ് പാർട്ട്ണർ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് പാർട്ട്ണർ സി. പാർട്ട്ണർ സി വിഡ്രോസ് 1,000 അറ്റ് ദി മിഡിൽ ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തെയും മിഡിലാണ് പാർട്ട്ണർ സി 1,000 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12, ദാറ്റ് ഈസ് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 1,000 ഇൻറ്റു 12 12,000, 12,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12, 6% ആണ്. 6 മന്ത് 6/12 ആണ് കാണേണ്ടത്. അപ്പോൾ 360 റുപ്പിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് പാർട്ട്ണർ സിയുടേത് വരുന്നത്. അടുത്തത് വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ക്വാർട്ടേർലി. എല്ലാ ക്വാർട്ടേർലിയും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനും ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇഫ് ദി എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിൻ്റെയും ബിഗിനിങ്ങിലാണ് പൈസ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ബിഗിനിങ് എന്ന് പറയുമ്പോൾ 1 ജാനുവരി, പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് 1 ഏപ്രിൽ, പിന്നെ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞ് 1 ജൂലൈ, അങ്ങനെയാണെങ്കിൽ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 4 ക്വാർട്ടറാണ് ഒരു വർഷം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എല്ലാം ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 7.5 divided by 12. അടുത്തത് ഇഫ് ദി എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിൻ്റെയും എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 4.5 divided by 12. അടുത്തത് ഇഫ് ദി എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12. Illustration number 6. A, B and C are partners in a firm. Partner A withdraws rupees 2,000 at the beginning of every quarter. Partner B withdraws rupees 3,000 at the end of every quarter. And partner C withdraws rupees 1,000 at the middle of every quarter. Calculate interest on drawings at the rate of 6% per annum for all the partners. നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്ണർ എ. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 7.5 divided by 12. കാരണം പാർട്ട്ണർ എ വിഡ്രോ ചെയ്യുന്നത് അറ്റ് ദി ബിഗിനിങ് ഓഫ് എവറി ക്വാർട്ടറാണ്. അതുകൊണ്ട് തന്നെ 7.5 divided by 12 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2,000 റുപ്പീസാണ് വിഡ്രോ ചെയ്യുന്നത്. ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 2,000 ഇൻറ്റു 4, ദാറ്റ് ഈസ് 8,000 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ ഡ്രോയിങ്സ്. അപ്പോൾ 8,000 ഇൻറ്റു 6% ആണ്. അതുകൊണ്ട് 6/100 ഇൻറ്റു 7.5 divided by 12, ദാറ്റ് ഈസ് 300 റുപ്പീസ് ആയിരിക്കും പാർട്ട്ണർ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. ഇനി പാർട്ട്ണർ ബി എന്ന് പറയുന്നത് വിഡ്രോസ് 3,000 അറ്റ് ദി എൻഡ് ഓഫ് എവറി ക്വാർട്ടർ. എല്ലാ ക്വാർട്ടേഴ്സിൻ്റെയും എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 4.5 divided by 12. അത് വരുന്നത് 3,000 ഇൻറ്റു 4, ദാറ്റ് ഈസ് 12,000 റുപ്പി. 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ 3,000 ഇൻറ്റു 4 12,000 ഇൻറ്റു 6% ആണ് 6/100 ഇൻറ്റു 4.5 divided by 12,
ദാറ്റ് ഈസ് 270 റുപ്പി ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് പാർട്ട്ണർ ബിയുടേത് വരുന്നത്. ഇനി അടുത്തത് പാർട്ട്ണർ സി. പാർട്ട്ണർ സി വിഡ്രോസ് ₹1000 അറ്റ് ദി മിഡിൽ ഓഫ് എവറി ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിൻ്റെയും മിഡിലാണ് 1000 റുപ്പി വിഡ്രോ ചെയ്യുന്നത്. ഇപ്പോൾ വരുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12. പാർട്ട്ണർ സി വിഡ്രോ ചെയ്യുന്നത് 1000 റുപ്പിയാണ്. ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ 1000 ഇൻറ്റു 4000 ആണ് ടോട്ടൽ ഡ്രോയിങ്സ്. 4000 ഇൻറ്റു 6% ആണ്, ദാറ്റ് ഈസ് 6/100 ഇൻറ്റു 6/12, ദാറ്റ് ഈസ് 120 റുപ്പി ആയിരിക്കും പാർട്ട്ണർ സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ സമ്മറി ഫോമിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഒന്നുകൂടി കാണിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡേറ്റ് ഓഫ് വിഡ്രോയൽ ആർ നോട്ട് സ്പെസിഫൈഡ്. When date of drawings is not given, interest on drawings is calculated for 6 months. Drawings into rate divided by 100 into 6/12. ഡേറ്റ് തന്നിട്ടില്ല എങ്കിൽ 6 months ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേരിയിങ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്. പല എമൗണ്ടുകൾ പല ഡേറ്റിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡാണ് കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഇക്വേഷൻ വരുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1/12. When fixed amount is withdrawn every month, withdrawn at the beginning of each month ആണെങ്കിൽ total drawings into rate divided by 100 into 6.5 divided by 12. Withdrawn at the end of each month, total drawings into rate divided by 100 into 5.5 divided by 12. Withdrawn in the middle of each month, total drawings into rate divided by 100 into 6/12. When fixed amount is withdrawn quarterly, withdrawn at the beginning of each quarter, total drawings into rate divided by 100 into 7.5 divided by 12. Withdrawn at the end of each quarter, total drawings into rate divided by 100 into 4.5 divided by 12. Withdrawn at the middle of each quarter, total drawings into rate divided by 100 into 6/12. ഇതിലാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്, അതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻസ് കഴിയുകയാണ്. അതിന് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.